വന്നല്ലോ വരമാല, രാവിലെ ഇറങ്ങിപ്പോയതാണല്ലോ ഏതോ പടം കാണാൻ. എന്തായി? നീ ഇവിടെ ചൊറിയും കുത്തിയിരുന്നു. നല്ല പടങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. നല്ല പടം? ഏത് പടം? പെണ്ണും പൊറാട്ടും. എങ്ങനെയുണ്ട്? പോയിട്ട് പറ. നല്ല പടമോ? ചിരിക്കാനും ക്ലൈമാക്സ് ഷോ കുറഞ്ഞു, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറെ നാള് കൂടി ഇങ്ങനത്തെ ഒരു പടം വന്നെന്നുള്ളൊരു. രാജേഷ് മാധവന്റെ പടമല്ലേ? അതെനിക്കറിയാം. രാജേഷ് മാധവൻ പുള്ളിക്കാരന്റെ ആദ്യത്തെ പടമോ ഡയറക്ടറായിട്ട്. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ അവരിങ്ങനെ IFFK ഈ പടം കണ്ട കാര്യം പറഞ്ഞായിരുന്നു. കിള്ളം പടാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചിലവരുടെ മൈൻഡ് എന്താന്ന്, IFFK ഇത് പ്ലേ ചെയ്യുന്ന പറയാൻ നേരത്ത് ചിലപ്പോ വല്ല അവാർഡ് പടം പോലത്തെ ഒരു വകുപ്പ് വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പിന്നെ രാജേഷ് മാധവൻ ആയതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവസാനം കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ഒഴുക്കുണ്ട് സിനിമക്ക്. പിന്നെ രവിശങ്കറിന്റെ സ്ക്രിപ്റ്റാണ്, നല്ല പൊളിയാ. അതിലെ കാസ്റ്റൊക്കെ കാണണം, എല്ലാം പുതുമുഖന്മാരാ. ചെറിയ കൊച്ചൊക്കെ ഉണ്ട്. ഞാൻ രണ്ടുമൂന്ന് പോസ്റ്ററും മറ്റേ ട്രെയിലറൊക്കെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ എന്നുള്ള സാധനം ഫീൽ ചെയ്യുന്ന സാധനമാണ്. അത് ഓവറോൾ ഒരു ആനച്ചന്തം പരിപാടി ഉള്ളതാന്ന് തോന്നി. കണ്ടില്ല, അല്ല അതൊക്കെ തന്നെയാണ് ഈ സിനിമ. പിന്നെ ആരണ്ട് പറഞ്ഞിട്ടൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടറുകളാണ് മൊത്തം, അങ്ങനെ ഒരു സാധനമൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ തോന്നില്ല? എല്ലാരും അങ്ങനെയാണല്ലോ പറയണേ. എന്റെ ഒപ്പീനിയൻ ആണോ നിന്റെ ഒപ്പീനിയൻ? ഓക്കെ, ശരി, ബൈ. പക്ഷേ ആ ഒരു കഥയിലെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ചെറിയ കൊച്ചിന് വരെ അവരുടേതായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. അത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ എടുക്കണം, എവിടെ എടുക്കണം, ഏതൊക്കെ രീതിയിൽ എടുക്കണം, എല്ലാം പക്കയാണ്. ഒരു ഡെബ്യൂ ആയിട്ട് ചെയ്യണ പടത്തിൽ ഇത്രയും വലിയൊരു വകുപ്പ് കൊണ്ടുവന്നെങ്കിൽ സമ്മതിക്കണം. എനിക്ക് തോന്നുന്നു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് അല്ലേ? അതെ, അങ്ങനെ തോന്നും. പക്ഷെ അത് അവരുടെ മിടുക്കാണ്. അങ്ങനെ തോന്നണമെങ്കിൽ അവരുടെ മിടുക്കായിരിക്കുള്ളൂ. അതിന്റെ അടുത്ത് ആര് പറഞ്ഞു? അല്ല, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാരും പറയണ കേട്ടപ്പോ ഞാൻ തള്ളി വിറണ കേട്ട്. അപ്പൊ നീ പറയണത് ഒരു തവണ കാണാനുള്ളതുണ്ടെന്നാണ്? ഒരു തവണയല്ല, 2-3 തവണ കാണാനുള്ളതൊക്കെ ഉണ്ട്. ബോറടിക്കൂല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ആ ക്ലൈമാക്സിന്റെ സീൻ മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ പതിയെ പോയി കണ്ടിട്ട് ബാക്കി കഥ പറയാം. ചൊറിയും പിടിച്ചിരിക്കണല്ലേ, പോയി കാണും. നേരി വന്നവടാ. നീ തള്ളണ വല്ലതും ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ടും ബാ